നമ്മുടെ ബീച്ചിലെ തട്ടുകടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കടലിലിറങ്ങി തിരമാലകളിലൊന്ന് കളിച്ച് തിരികെ കയറിയാലേ കോഴിക്കോട് ബീച്ചിലെത്തിയതിൻ്റെ ഒരു ആസ്വാദനം പൂർത്തിയാവൂ. അതാണ് ഒരു കോഴിക്കോടൻ വൈബ്. നമ്മളതിനെ കാലിക്കറ്റ് വൈബ് എന്ന് പറയും. പക്ഷെ കുറച്ച് ആഴ്ചകളായി കോഴിക്കോട് ബീച്ചിൽ തിരമാലകളില്ല. വരുന്നവരെല്ലാം നിരാശയായാണ് മടങ്ങുന്നത്. കടൽ കണ്ട കടലാണോ കായലാണോ എന്ന് സംശയം. നമുക്കൊന്ന് കണ്ടുവരാം. കുറച്ചു നേരം തിരമാല എണ്ണിക്കളിക്കാമെന്ന് കരുതി കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയതാണ്. പക്ഷേ ഒരു തിരമാല പോലും കാണാനില്ല. തടാകം പോലെ കിടക്കുകയാണ് കടൽ. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ദിവസം തോറും കൂടുന്തോറും തിര തീരെ ഇല്ലാതാവുകയാണ്. എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. ആളുകൾ ചോദിച്ചു മറുപടി പറഞ്ഞ് നമ്മൾ ക്ഷീണിച്ചു. വരുന്നവരൊക്കെ അതാ പറയുന്നത്. അപ്പോൾ ഒരു ഫാമിലി ഇന്നലെ വന്നിട്ട് പറഞ്ഞു നമ്മുടെ നാട്ടിലെ പുഴ ഇതിനേക്കാളും ഓളുണ്ടെന്നാണ്. കടലായിട്ട് ഇതെന്താ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ആൾക്ക് അറിയുന്നില്ല. കടൽ കാണാൻ വന്ന ആളുകൾ പുഴ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്താ സംഭവിച്ചെന്നറിയാമോ? എന്താണെന്നറിയില്ല. തിരമാല ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ അടിച്ചു പൊളിക്കായിരുന്നു. അതെ സമയം കാത്തുക്കോണം തിരമാലയ്ക്ക്. തിരമാല വരുന്നില്ല. പൊതുവെ നമ്മൾ കാത്തുന്നേരം തിരമാല വരുന്നില്ല. ഇല്ല, അതെന്താ അറിയില്ല. ഒരു ഏരിയയിൽ മാത്രം, കോഴിക്കോട് ബീച്ചിൽ മാത്രം തിരയില്ല. കുറച്ച് ദിവസമായി ഇങ്ങനെ കിടക്കുന്നു. കുറച്ച് ദിവസമായി ഇങ്ങനെ കിടക്കുന്നു. പിന്നെ മറ്റേ അഴുക്ക് പിടിച്ച മാതിരി വെള്ളം ഭയങ്കര ചെളിയായിട്ട് വരുന്നുണ്ട്. കടല് വന്നിട്ട് ശാന്തതയാണ്, ഒരു തിരയൊന്നുമില്ല. ഇല്ല, ബാക്കോട്ട് പോയിക്കുന്നു. പിന്നെ കലക്ക് വെള്ളമാണ് ഉള്ളു കാണുന്നത്. തിര തപ്പി കുറെ നടന്നോ? തിര കാണുന്നില്ല. എന്താന്ന് മനസ്സിലാവില്ല. കുളത്തിന്റെ ഒക്കെ കറക്കി വന്നിക്കുന്ന പോലെ ഉണ്ടല്ലോ. അതെ, ഒരു സൈലന്റ് ആയിട്ട് മൂപ്പര്, അല്ലെങ്കിൽ തിര അടിച്ച് കയറുന്നതാണ്. ഇപ്പൊ കാണുന്നില്ല. ആസ്വദിക്കാൻ പറ്റിയ തിരയില്ല. ഇല്ല, ആസ്വദിക്കാൻ പറ്റിയ തരമില്ല. ഞാനവിടെ സർവീസ് കയറിയിട്ട് 13 വർഷമായി. 13 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൈർഘ്യം കൂടിയ സമയത്ത് ഈ ചെളി ഇവിടെ നിൽക്കുന്നത്. തിരമാല ഇല്ലാതായിട്ട് ഇപ്പൊ എത്രയായി? 2.5 മാസത്തോളമായി. ഈ വരുന്ന ആളുകൾ നിങ്ങളോട് സംശയം ചോദിക്കാറുണ്ട്, എന്താ തിരമാല ഇല്ലാത്തതെന്ന്? ദിവസം ചോദിക്കാറുണ്ട്. ഇതിന് മറുപടി പറയാൻ ഇപ്പോഴത്തെ പണി. ഇതിന്റെ ഉള്ളിൽ ചളി നിറഞ്ഞ് കിടക്കാണ്. അതാണ്. അപ്പുറത്തേക്ക് തിരമാല ഉണ്ട്, ഈ കല്ലിന്റെ ഇപ്പുറം ഉണ്ട് തിരമാല. എല്ലാ വർഷവും 1-2 മാസം ഇങ്ങനെ ഈ ചളി കടലിൽ വിടാറുണ്ട്. അത് ഈ കടൽ തന്നെ ഒരു സമയത്ത് വലിച്ചു കൊണ്ടുപോകും. ഈ വരുന്ന ആളുകൾ സംശയം ചോദിക്കാറുണ്ടോ അങ്ങനെ? ചോദിക്കാറുണ്ട്. നമ്മളൊക്കെ മത്സ്യത്തൊഴിലാളികളാണ്. നമുക്കറിയാം ഇതിന്റെ പ്രതിഭാസമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടിട്ട് നമ്മൾ അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കാലാവസ്ഥ വിദഗ്ധർ പറയുന്നത്. കാരണം ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ന്യൂനമർദ്ദവും കടലിന്റെ അടിത്തട്ടിലെ ഘടനയിൽ വന്ന മാറ്റങ്ങളും അടിയൊഴുക്കിൽ വന്ന മാറ്റങ്ങളുമാണ് ഉപരിതലത്തിലെ തിരമാലകൾ ഇല്ലാതാകാൻ കാരണം. ഇവിടെ തിരമാലകൾ ഇല്ലെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ തിരമാലകൾ ഉണ്ടാകും. അതുകൊണ്ട് ആളുകൾ ധൈര്യത്തോടെ കോഴിക്കോട് ബീച്ചിലേക്ക് എത്താം, കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം. തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കോന്നാട് ബീച്ചിലും ബട്ട് റോഡ് ബീച്ചിലും സാധാ രീതിയിലുള്ള തിരമാലകളുണ്ട്. അത് കാണാം, ആസ്വദിക്കാം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.